വലിയ ചുടുകാട്ടിൽ ബി എസിനെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ബി എസ് എന്ന രണ്ടക്ഷരത്തിന്റെ ഓർമ്മയാണ് വിപ്ലവ നക്ഷത്രം, ഇനി ഓർമ്മയാണ്. ബി എസ് എന്ന കാവലാൾ ഇനി ഓർമ്മയാണ്. വരുന്ന തലമുറകളിലേക്ക് ബി എസിന്റെ പോരാട്ട വീര്യം പകർന്നുകൊണ്ട്, ആ ഓർമ്മകൾ പകർന്നുകൊണ്ട്, അതൊരു ചരിത്രമായി നിലനിർത്തിക്കൊണ്ട് ബി എസ് മടങ്ങുകയാണ്. ഒരു മനുഷ്യന്റെ മനുഷ്യായുസ് മുഴുവൻ, അദ്ദേഹത്തിന്റെ കടമകൾ മുഴുവൻ നിറവേറ്റി ബി എസ് എന്ന മഹാമനുഷ്യൻ മടങ്ങുകയാണ്. ജനങ്ങൾ നെഞ്ചേറ്റിയ ജനനായകൻ മടങ്ങുകയാണ്. പോരാട്ടം ജീവിതമാക്കിയ മനുഷ്യൻ മടങ്ങുകയാണ്. ഇനി മുടിയുടെ കോന്തല പിടിച്ച് പ്രസന്നവദനായി ചെറുചിരിയോടെ എത്തുന്ന ബി എസ് ഓർമ്മകളിൽ മാത്രമാണ്. കാവലാളായ ബി എസ് ഇനി ഓർമ്മകളിലാണ്. ബി എസ് എന്ന മഹാമനുഷ്യൻ മടങ്ങുന്നു. ജനങ്ങൾ പകരം നൽകിയ സ്നേഹം ഏറ്റുവാങ്ങി. ബി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, കേരള മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പാർട്ടിയെ ഏറെക്കാലം മുന്നിൽ നിന്ന് വഹിച്ച സ്ഥാപക നേതാവ് മടങ്ങുകയാണ്. ബി എസിന് വിട നൽകുകയാണ് ജന്മനാട്. പി അരുൺ അവിടെ നിന്ന് തുടരുന്നുണ്ട്. അരുൺ, ബി എസിനെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അനുസ്മരണ സമ്മേളനത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് സജി ചെറിയാൻ. അല്പസമയത്തിനകം തന്നെ അനുസ്മരണ സമ്മേളനം ആരംഭിക്കുമോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അനുസ്മരണ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാകും അനുസ്മരണ സമ്മേളനത്തിൽ ആദ്യം സംസാരിക്കുക. അദ്ദേഹമാകും ബി എസിനെ അനുസ്മരിക്കുക. പിണറായിയെ പോലെ ഇപ്പോൾ കേരളത്തിലുള്ള നേതാക്കളിൽ ബി എസിനെ അനുസ്മരിക്കാൻ തക്ക അറിവുള്ളവർ, തക്ക യോഗ്യതയുള്ളവർ ആരും ഉണ്ടാകില്ല. അഗ്നി ആളിക്കത്തുകയാണ്. ബി എസിന്റെ പ്രിയ സഖാക്കൾ അവിടേക്ക് പാഞ്ഞെടുക്കുകയാണ്. രക്തപതാക വീശി തങ്ങളുടെ പ്രിയ നേതാവിന് യാത്രയയപ്പ് നൽകുകയാണ്. അതിവൈകാരികമായ രംഗങ്ങൾ. CPM നേതാക്കൾ ഓരോരുത്തരായി ഇപ്പോൾ അനുസ്മരണ വേദിയിലേക്ക് നീങ്ങുകയാണ്. പ്രവർത്തകർ ഇടിച്ചു കയറുകയാണ് ഈ പുന്നപ്ര വയലാ രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്തേക്ക്, ഈ വലിയ ചുടുകാട്ടിലേക്ക്. CPM പ്രവർത്തകരുടെ അക്ഷരാർത്ഥമുള്ള ഒഴുക്കാണ്. അവർക്ക് കാണേണ്ടത് ബി എസ് എന്ന നക്ഷത്രം, ബി എസ് എന്ന രക്തതാരകം കത്തിത്തീരുന്നതാണ്. അദ്ദേഹം യാത്ര പറയുന്നതാണ്. CPM നേതാക്കളുണ്ട്, ബി എസിനൊപ്പം ദീർഘനാൾ പ്രവർത്തിച്ച സ്റ്റാഫുകളുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ ആരാധകരുണ്ട്, നാട്ടുകാരുണ്ട്. ബി എസിനെ ദൈവതുല്യം സ്നേഹിച്ച എത്രയോ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവരാണ് ഇവിടെ ഇങ്ങനെ ആർത്തിരമ്പി എത്തുന്നത്. ഒരു വശത്ത് അനുസ്മരണ യോഗത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. സജി ചെറിയാൻ ജനങ്ങളോട്, പാർട്ടി പ്രവർത്തകരോട് അവിടേക്ക് എത്താൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അവർക്ക് കാണേണ്ടത് ബി എസിനെയാണ്. തങ്ങളുടെ പ്രിയ നേതാവ് വിട പറയുന്ന അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളാണ്. അതിനാണ് അവർ ഇവിടെ ഇങ്ങനെ എത്തുന്നത്. അവരുടെ മുദ്രാവാക്യം മുഴുവൻ നിലയ്ക്കുന്നില്ല. 2 ദിവസം മുമ്പ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ നമ്മൾ കണ്ടതാണ് മുദ്രാവാക്യം വിളികൾ. ആ ശബ്ദം അവിടെ നിന്ന് മുന്നോട്ട് ഇവിടം വരെ അതേ തീവ്രതയോടുകൂടി ഉച്ചത്തിൽ ഏറെ ഉച്ചത്തിൽ ആ ശബ്ദം മുഴങ്ങുകയാണ്. കണ്ണേക്കരുടെ ബി എസ് വിളികൾ മുഴങ്ങുകയാണ്. ബി എസിന് മരണമില്ല, ബി എസ് അമരനാണെന്ന മുദ്രാവാക്യം വിളികൾ മുഴങ്ങുകയാണ്. ബി എസ് അക്ഷരാർത്ഥത്തിൽ അമരനായി തുടരുകയാണ്. ആ പ്രവർത്തകരുടെ മനസ്സിൽ, നേതാക്കളുടെ മനസ്സിൽ, അദ്ദേഹത്തിന്റെ അനുയായികളുടെ, ആരാധകരുടെ മനസ്സിൽ ബി എസിന് മരണമില്ല. കേരളത്തിൽ ബി എസിനെ വിശ്വസിച്ച, ബി എസിന് പ്രതീക്ഷ അർപ്പിച്ച സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സുകളിൽ ബി എസിന് മരണമുണ്ടാകില്ല. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ മരണമില്ലാത്തവയാണ്. അദ്ദേഹം കേരളത്തിൽ നൽകിയ സന്ദേശം, അദ്ദേഹം കേരളത്തിൽ നൽകിയ നന്മകൾ ഒരിക്കലും നശിക്കാത്തതായി ഉണ്ടാകും. ബി എസ് തന്നെ തീരും. അത്തരമൊരു നേതാവിനെയാണ് ഇങ്ങനെ കണ്ടമിടറിക്കൊണ്ട്, കണ്ണു നിറഞ്ഞുകൊണ്ട് മുദ്രാവാക്യങ്ങളോടെ അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകുക. ബി എസിനെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ മുദ്രാവാക്യം വിളികളുമായി പ്രിയ സഖാവിന് യാത്രയയപ്പ് നൽകുകയാണ് സമരഭൂമിയിലെ ജനങ്ങൾ. ആലപ്പുഴയുടെ മണ്ണിൽ വിപ്ലവ നായകന് വീറിട്ട യാത്രയയപ്പ് നൽകുന്നത് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടതാണ്. അതിലും വീരോചിതമായ യാത്രയയപ്പ്. അഗ്നിനാളങ്ങൾ ബി എസിനെ ഏറ്റുവാങ്ങുമ്പോൾ കണ്ണേ കരളെ ബി എസ് വിളികളോടെ, മുദ്രാവാക്യം വിളികളോടെ ചുറ്റും കൂടി നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുകയാണ്. ഒരു യുഗാന്ത്യമാണ്. 102 വയസ്സുവരെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ യാത്രയാകുമ്പോൾ ഇത്രമാത്രം വികാരവായ്പ് ഇതിനു മുമ്പ് ഒരിക്കലും നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. ഇത്രമാത്രം
സ്നേഹത്തോടെയുള്ള ഒരു യാത്രയയപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. 102-ാം വയസ്സിൽ തന്റെ കർത്തവ്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഒരു മനുഷ്യൻ മടങ്ങുമ്പോൾ ഇത്രയധികം മനുഷ്യർ നെഞ്ചുപൊട്ടി കണ്ഠമിടറി മുദ്രാവാക്യം വിളിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ടാകില്ല. അങ്ങനെ VS ഒരു ചരിത്രമായി മാറുകയാണ്. VS എന്ന രണ്ടക്ഷരം ജനങ്ങളുടെ ഇടനെഞ്ചിലേക്ക് ചുരുങ്ങുകയാണ്. ഇനി ഓർമ്മകളിലാണ് VSന്റെ പോരാട്ടങ്ങളിലൂടെ, VS നടത്തിയ ഇടപെടലിലൂടെ, VS പങ്കുവെച്ച നിലപാടുകളിലൂടെ ഇനി തലമുറകളിലേക്ക് VS പടർന്നു കയറും. ഇനിയുള്ള തലമുറകളും VSനെ കുറിച്ച് ചിന്തിക്കും. തങ്ങളുടെ മുൻ തലമുറകൾ എന്താണ് അവകാശമെന്നോ എന്താണ് മനുഷ്യാവകാശങ്ങളെന്നോ പോലും അറിയാത്ത, അതൊന്നും ബോധ്യമില്ലാത്ത ഒരു ജനതയെ അതിലേക്കൊക്കെ കൈപിടിച്ച് നടത്തിയ VS എന്ന ധീരസഖാവ്, പോരാളി. VSന്റെ ശരീരത്തിൽ എന്നും കൊടിയ മർദ്ദനത്തിന്റെ പാടായ ബയണറ്റ് കുത്തിയിറക്കിയ പാടുണ്ടായിരുന്നു VSന്റെ കാലിൽ. ആ കാലുകളും അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. VS തന്റെ കൊടിയ പീഡനത്തിന്റെ അടയാളമായി കൊണ്ടു നടന്ന ആ കാലുകളിലെ അടയാളവും തീനാളങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇനി അതൊക്കെ ചരിത്രമാണ്. കുട്ടികളിലേക്ക്, തലമുറകളിലേക്ക് പടരേണ്ട ചരിത്രം മാത്രമാണ്. ആ കൊടിയ മർദ്ദനത്തിന്റെ ശേഷിപ്പുകളും അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു.